ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയം ജേണി. തലപതി വിജയ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, വിസിൽ പോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ വന്നിട്ട് ഏകദേശം ഒരു 10-15-20 മിനിറ്റോളമായി. സോ വിസിൽ പോഡ് റെഡിയാ നൻപാ, ലെറ്റ്സ് വാച്ച്. റെഡി? യുവൻ ശങ്കർ രാജ பாட்டி ஒண்ணு தொடங்கட்டுமா, அதிரடி களப்பட்டுமா, கேம்பெயின தான் திறக்கட்டுமா, மைக்க கையில் எடுக்கட்டுமா. ஒரு நிமிஷம், நான் சொன்னேன் ஷாம்பெயினை தான் திறக்கட்டுமான்னு சொன்னேன். ஷாம்பெயினா? என் காதல கேம்பெயின் கேட்டுது. அப்படிதான்டா கேட்கும். கரெக்டா கேட்கும். ஸ்டார்ட் மியூசிக். BGM. பாட்டி தொடங்கட்டுமா, அதிரடி களப்பட்டுமா, ஷாம்பெயினை தான் திறக்கட்டுமா, மைக்க கையில் எடுக்கட்டுமா. இடி இடிச்சா என் வாய்ஸ் தான், வெடி வெடிச்சா என் வாய்ஸ் தான், குடி மக்கதான் நம் கூட்டணி, பாட்டி விட்டு தான் போமாட்டே நீ. சத்தம் பத்தாது விசில் போடு, குத்தம் பார்க்காம விசில் போடு, ரத்தம் பத்தட்டும் விசில் போடு, என் நம்பி என் நம்பா விசில் போடு. GOATக்கு விசில் போடு, ஆட்டோமேட்டிக்கா விசில் போடு, டிராகன் வேட்டைக்கு விசில் போடு, என் நம்பி என் நம்பா விசில் அடி என்னோடு. BGM. Social location skills. கொண்டாடத்தான் நீ பிறந்த காரணத்தை ஏமறந்த, மத்த கண்ணில் சந்தோஷத்தை பார்க்கத்தானே கண் திறந்த. எதிரி ஹார்ட்டை நீ ஸ்டீல் பண்ணிக்கோ, மேல என் கோவம் ஃபீல் பண்ணிக்கோ, உனக்கு நீயே கால் பண்ணிக்கோ, உன் லைஃப அப்பப்போ டீல் பண்ணிக்கோ. அந்த வானம் தேயாது, இந்த பூமி மாயாது, லாஸ்ட் சொட்டு உள்ள வர நம்ம பாட்டி நோயாது. ஸ்டன் டைரக்டர் திலீப் சூப்பர். வெங்கட் ராஜா. அர்ச்சனா கல்பாத்தி. தண்ணி இல்ல ஊருக்குள்ள குயிலங்க பாட்டெல்லாம் கேட்பதில்ல, கண்ணா கட்டும் கண்ணீர் இல்ல மயிலுங்க ஆட்டத்தை பார்ப்பதில்ல. மைக்கேல் ஜாக்சன் மூன் வாக்கு, மார்லன் பிராண்டோ நான் டான் வாக்கு, மாத்தம் வேணும்னா கோவாக்கு. Wow, wow, wow. Pole. ഊക്കി വിട്ട് എടാ പാവം, ഇവൻ എവിടെ പോയാലും ഇത് തന്നെയുള്ള അവസ്ഥ.
എന്റെ പൊന്നോ, പൊളപ്പൻ, പൊളപ്പൻ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ BGM. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ BGM, ആൻഡ് ഫൈനലി ലാസ്റ്റ് വന്നുള്ള ഡാൻസ് പൊളി സാധനമായിരുന്നു കേട്ടോ. അത് ആരൊക്കെയോ കൂടെ കളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 4 പേരും വന്നിട്ടുണ്ട്. അവസാനം അജ്മൽ വന്നു, പിന്നെ പ്രഭുദേവൻ എന്ന് തോന്നുന്നു ഒരു സൈഡില്, ആൻഡ് മറ്റേ പുള്ളിക്കാരന്റെ പേരെന്തായിരുന്നു, എനിവേ അവര് എല്ലാവരും കളിച്ചിട്ടുണ്ട്. പക്ഷേ ഫോക്കസ് ഓൺ ടാർജറ്റ് അല്ലെ, ആ ടാർജറ്റിൽ മാത്രമാണ് ഫോക്കസ്. എന്താണ് തലപതിയുടെ മൂവ്മെന്റും ആ BGMനുസരിച്ചുള്ള ബീറ്റിനനുസരിച്ചുള്ള ഡാൻസും അത് വേറെ ലെവൽ തന്നെയാണ്. അത് നല്ലൊരു തലപതി ആരാധകനാണെങ്കിൽ 100% എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണത്. ബാക്കിയുള്ളത് എന്തൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ പേഴ്സണലി എനിക്ക് ഒരു കാര്യം, ഞാൻ ഇതിന്റെ ഇടയിൽ സൗണ്ട് കുറച്ചു നോക്കി, കൂട്ടി നോക്കി, കുറച്ചു നോക്കുമ്പോൾ നമുക്കൊരു വലിയ സുഖം കിട്ടുന്നില്ല. പക്ഷെ ഫുൾ വോളിയത്തിൽ കേൾക്കുമ്പോൾ ഇത് ഭയങ്കരമാണ്. ഒരു വലിയൊരു പാർട്ടി ഇരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ഭയങ്കര രസമുണ്ട്. BGM ടകടൻ, മറ്റേതാണല്ലോ ടികട്ടൻ ടക ടകട ടകട, അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ബേസിക് ഒരു കോമൺ ആയിട്ട് അതിൽ കേൾക്കുന്ന ആ ഒരു ബീറ്റ് അത് പോളി. പിന്നെ തലപതിയുടെ വോയിസ് ഓഫ് കോഴ്സ് അത് കേൾക്കാൻ തന്നെ ഒരു രസമാണ്. ഒരു യുണീക്ക് വോയിസ് ആണ്. ഭയങ്കര പാട്ടുകാരനോ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ഫ്ലോ പാട്ടിന് ഉണ്ടാവില്ല. പക്ഷെ പുള്ളിക്കാരന്റെ ഒരു വോയിസും ഈ BGM ഒക്കെ ചേർന്ന് വരുമ്പോൾ അത് പുള്ളിക്ക് പാടാൻ പറ്റുന്ന മാച്ച് ആയിട്ടുള്ള പാട്ടുകളാണ് പാടുന്നത്, അല്ലാതെ ഭയങ്കര സംഗതിയുള്ള പാട്ടുകളൊന്നുമില്ല. സോ ഇത് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ലുക്ക് വൈസ് ഞാൻ പറഞ്ഞില്ല, നല്ല ഭംഗിയുള്ള, അതായത് നമ്മൾ കാണുമ്പോൾ, പക്ഷെ ഇതിലെനിക്ക് ലിയോയുടെ ലുക്കുമായിട്ട് ചെറിയ കണക്ഷൻസ് ഫീൽ ചെയ്തിട്ടോ. ലിയോയിൽ കണ്ടിട്ടുള്ള ആ യങ് ലിയോ ഉണ്ടല്ലോ, ആ ഒരു ലുക്കായിട്ട് ഏറെക്കുറെ സാമ്യം എനിക്ക് തോന്നി. പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾക്ക് എന്താണുള്ളത് തീർച്ചയായും കമന്റ് രേഖപ്പെടുത്തുക. നമ്മൾ ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലൊന്നും കണ്ടിട്ടുള്ള ആ ഒരു സാധനമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏജ് ആയിട്ടുള്ള ക്യാരക്ടറിന്റെ ലുക്കും അല്ല, ആൻഡ് അത് കുറച്ചുകൂടി താടിയുള്ള, കുറച്ചുകൂടി മുടി തന്നിട്ട് നീട്ട്, അങ്ങനത്തെ ലുക്കാണത്. ആൻഡ് ആ യങ് ആയിട്ടുള്ള ക്യാരക്ടറിലേക്ക് വരുമ്പോൾ മീശൻ താടിയൊന്നും ഇല്ലാത്തൊരു ലുക്കാണ്. പക്ഷെ ഇത് രണ്ടിന്റെ ഇടയിലുള്ള വേറെ ഒരു സാധനമാണ്. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായത്. ഇവര് വെറുതെ ഫസ്റ്റ് സിംഗിൾ പറഞ്ഞിട്ട് ഇതിന്റെ പ്രൊമോഷന് വേണ്ടി ഒരു സാധനം തന്നാണോ ഇനിയൊന്നും അറിയില്ല. കാരണം ഒരു പക്ഷെ സിനിമ കഴിയുമ്പോൾ ലാസ്റ്റ് മറ്റേ ടൈറ്റിലിന്റെ സമയത്ത് കേൾപ്പിക്കുന്ന പാട്ടുണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ജസ്റ്റ് ഒരു വീഡിയോ പോലെ അവര് ഇതിനു വേണ്ടി ചെയ്തതാണെന്നും എനിക്കറിയില്ല. ബട്ട് സെപ്റ്റംബർ 5 ഇതിന്റെ റിലീസ് വരെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. സോ അറിയുന്നവർ ദയവായിട്ടൊന്ന് കമന്റ് രേഖപ്പെടുത്തുക. എനിക്ക് ഫസ്റ്റ് ലുക്ക് കണ്ടില്ല, 2 ലുക്കുമായിട്ടും ബന്ധമില്ലാത്ത ലുക്കായിട്ട് തോന്നി. ബട്ട് ഇത് ലുക്ക് കാണാൻ രസമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ലിയോയിലെ ആദ്യ ക്യാരക്ടറിന്റെ ചെറിയൊരു സാമ്യമുള്ളൂ, അതുപോലെ നല്ല ചെറിയൊരു സാമ്യമുള്ള ലുക്ക്, പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള, വളരെ യങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ലുക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് എങ്ങനെ കണ്ടാലും തലപതിന് ഇഷ്ടമാണ്. സോ എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് എനിക്ക് കറണ്ട് പോയി, ടാറ്റാ.